പത്തനംതിട്ട തിരുവല്ലയിൽ സ്പാ ജീവനക്കാരിയെ ഗുണ്ടകൾ ബലാത്സംഗം ചെയ്ത സംഭവത്തിൽ പോലീസിന്റെ ജാഗ്രതക്കുറവിനെതിരെ വിമർശനം. പട്ടാപ്പകൽ ഗുണ്ടകൾ വിലസുന്നത് പോലീസിന്റെ കൃത്യവിലോപമാണെന്നും അതേസമയം തന്നെ അനധികൃത സ്പാകൾ നഗരത്തിൽ പ്രവർത്തിക്കുന്നത് പോലീസിന്റെ അനുമതിയോടുകൂടിയാണ് എന്നും ആരോപണങ്ങൾ ഉയരുകയാണ്. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഗുണ്ടകളുടെ വിളയാട്ടം അത് സംസ്ഥാനത്തിൽ അത് പുതിയ സംഭവമല്ലാതായി മാറിയിരിക്കുന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ ഗുണ്ടാ വിളയാട്ടത്തിൽ കാര്യമായ വർധനവൊക്കെ വന്നിട്ടുണ്ട്. അത് ഈ ഒരു ഗുണ്ടാ വിളയാട്ടത്തിൽ മാത്രമല്ല, പലതരത്തിലുള്ള അക്രമ സംഭവങ്ങളിൽ കാര്യമായ വർധനവ് വന്നിട്ടുണ്ട്. ഇന്നലെ ഉണ്ടായ വലിയൊരു വാർത്തയാണ് ഈ സ്പാ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവം. എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, നിലവിൽ ഇന്നലെ ഉണ്ടായ സംഭവം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിൽ ഇപ്പോൾ ചർച്ചയാവുന്നത് പോലീസിന്റെ കൃത്യവിലോപം, പോലീസിന്റെ ശ്രദ്ധക്കുറവ് തന്നെയാണ്. കാരണം തിരുവല്ല പോലെ ഒരു നഗരത്തിൽ പട്ടാപ്പകൽ ഇത്തരത്തിൽ ഗുണ്ടാവിളയാട്ടം നടക്കുന്നത് തീർച്ചയായിട്ടും പോലീസിന്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് പൊതുസമൂഹത്തിൽ നിന്നടക്കം ഇപ്പോൾ ഉയരുന്ന വിമർശനം. അത് മാത്രമല്ല, ഗുണ്ടകൾ ഇത്തരത്തിൽ കൂട്ടബലാത്സംഗം നടത്തി യുവതിയെ പട്ടാപ്പകൽ ബലാത്സംഗം നടത്തിയ ഒരു സംഭവം അത് ചെറുതല്ലാത്ത വീഴ്ച തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ്. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഈ അനധികൃതമായിട്ട് നിരവധി സ്പാകൾ തിരുവല്ല കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിനൊക്കെ പോലീസിന്റെ ഒത്താശയുണ്ട്. പോലീസിന്റെ അനുമതിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള അനധികൃതമായിട്ടുള്ള സ്പാകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഇതിനോടനുബന്ധമായിട്ട് പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, പല പോലീസ് ഉദ്യോഗസ്ഥരും ഈ സ്പാകളിലെ നിത്യ സന്ദർശകരാണ് എന്നുള്ള രീതിയിലുള്ള ചില ആരോപണങ്ങളും പല കോണുകളിൽ നിന്നും ഇതിനോടനുബന്ധിച്ച് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സംഭവത്തിൽ പോലീസിന്റെ വീഴ്ചയും അതോടൊപ്പം തന്നെ ഈ സ്പാകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തുന്ന അനധികൃത ഇടപെടലുകളും ഒക്കെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് പോലീസിനുള്ളിൽ ഒരു ആഭ്യന്തര അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇന്നലെ ഉണ്ടായിട്ടുള്ള ആ ഗുണ്ടാ ആക്രമണത്തിൽ നിലവിൽ 2 പ്രതികൾ മാത്രമാണ് പിടിയിലായിട്ടുള്ളത്. ഇനിയും 4ഓളം പ്രതികൾ പിടിയിലാകാൻ വേണ്ടിയിട്ട് കൂടിയുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുകയാണ് എന്നുള്ളതാണ് പോലീസ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നത്. എന്തായാലും അവരെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തതും ഒരു വീഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു കൃത്യവിലോപമായിട്ട് തന്നെ കണക്കാക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, ഫെബ്രുവരി 1-നാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് സ്പായ്ക്കുള്ളിൽ കടന്ന് ഗുണ്ടകൾ ഒരു യുവതിയെ, അവിടുത്തെ ജീവനക്കാരിയെ ബലാത്സംഗം ചെയ്ത സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം ഈ വിവരം പുറത്തു വരുന്നത് ഇന്നലെ മാത്രമാണ്. ഇത്രയും ദിവസം അത് മൂടി വെക്കപ്പെട്ടു. അതിന് പിന്നിലും പോലീസിന്റെ ഇടപെടൽ അല്ലെങ്കിൽ പോലീസിന്റെ പിന്തുണ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ കൂടി ഉയർന്നു വരുന്നുണ്ട്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ വിമർശന മുനയിൽ നിൽക്കുക തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ളിൽ ഇപ്പോൾ ഒരു ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിട്ടുള്ളതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഗൂഗിൾ, എന്തായാലും ഈ സ്പാ ജീവനക്കാരെ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവം ഈ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പട്ടപ്പകൽ ഗുണ്ടകൾ വിലസുന്നത് പോലീസിന്റെ കൃത്യവിലോപമാണ് എന്ന് തന്നെയാണ് വിമർശനം ഉയർന്നത്. ഗോകുൽ രമേശാണ് വാർത്താ വിശദാംശങ്ങൾ നൽകിയത്.